ദേവനെ ഉറക്കിയതിന് ശേഷം നടയടച്ച് വെളിയിലിറങ്ങിയാൽ 3 നടകളിലും ഇവിടുത്തെ ക്ഷേത്ര കാവൽക്കാർ വാസുദേവോ എന്ന് ഉറക്കെ വിളിക്കും. അതൊരു അപൂർവമായ ചടങ്ങാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. സന്താന സൗഭാഗ്യത്തിനായി സന്താന ലബ്ധിക്കായുള്ള ഒട്ടനേകം വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങളെല്ലാം ഞങ്ങൾ സന്ദർശനം നടത്തുവാൻ നേരത്ത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പൂജാരിമാരോടോ അല്ലെങ്കിൽ ശാന്തിമാരോടോ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തിരുമേനി, സന്താന സൗഭാഗ്യത്തിനായി ഈ ക്ഷേത്രത്തിൽ എന്ത് വഴിപാടാണ് ഉള്ളത് എന്ന്. ഇങ്ങനെ ചോദിക്കുന്നതിന് പിന്നിലും ഒരു കാരണമുണ്ട് കേട്ടോ. നാളെ ഈ ക്ഷേത്രത്തിലാണ് വീഡിയോ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സന്ദർശനം നടത്തുവാൻ പോകുന്നത് എന്ന് ഗ്രൂപ്പിലും വാട്സപ്പിലും വീഡിയോയിലും എല്ലാം പറയുമ്പോൾ ഒരുപാട് അമ്മമാരും ആന്റിമാരും ചേട്ടന്മാരും ഞങ്ങളെ വിളിക്കാറുണ്ട്. മോനെ, ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ സന്താന സൗഭാഗ്യത്തിനായി എന്ത് വഴിപാടാണ് അവിടെ കഴിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒന്ന് പറയണേ എന്ന് ഒരുപാട് പേര് വിളിച്ചു ചോദിക്കാറുണ്ട്. അതിൽ പ്രതിയാണ് ആദ്യം തന്നെ ഇങ്ങനെയൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പതിവ് പോലെ ഞങ്ങൾ എത്തി. അവിടുത്തെ തിരുമേനിയുമായി ഒരു അഭിമുഖത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചു. സന്താന സൗഭാഗ്യത്തിനായി എന്ത് വഴിപാടാണ് ഇവിടെ കൂടുതലായും ഭക്തജനങ്ങൾ കഴിക്കാറുള്ളത് എന്ന്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിരുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി മാത്രമല്ല, ആൺ സന്താനങ്ങൾ ഉണ്ടാകുവാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകാൽ ഒരു വഴിപാട് തന്നെ ഉണ്ട് എന്ന്. ബാക്കി ഞാനൊന്നും പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞത് ദാ കേട്ടുകൊള്ളുക. പ്രത്യേകിച്ച് ആൺസന്താനങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി ദേവൻ്റെ സന്നിധിയിൽ 12 ദിവസം വ്രതമെടുത്ത് ഭജനമായിട്ടിരുന്ന് ഇവിടുന്ന് കൊടുക്കുന്ന കദളിപ്പഴം നേദിച്ചു കൊടുക്കും. ആ കദളിപ്പഴവും അതോടൊപ്പം തന്നെ പഞ്ചഗവ്യവും കഴിച്ച് 12 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാം ഗർഭിണികളുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല? ഇല്ലില്ല, രാവിലെ വെറും വയറ്റ് വേണം വരെ. അപ്പോൾ ഇവിടെ ഈ 12 ദിവസം അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ അപ്പോൾ എങ്ങനെയാണ് അവിടെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ടോ? എങ്ങനെയാണ്? അപ്പോൾ ലോഡ്ജുകളുണ്ട്. താമസത്തിൻ്റെതായ താമസ സൗകര്യം ഇല്ല, മറ്റു സ്ഥലത്തിൽ താമസിച്ചുണ്ട്. ഈ 12 ദിവസവും ഇവിടെ നിന്നാണ്, അതായത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെയുള്ള ആഹാരങ്ങൾ കഴിക്കണം. ക്ഷേത്രത്തിൽ നിന്നുള്ള മറ്റുള്ള ആഹാരം അവർക്ക് കഴിക്കാൻ വീട്ടിൽ പോയി കഴിക്കാൻ കുഴപ്പമില്ല. ഈ രാവിലത്തെ ആഹാരം കഴിക്കുന്നത് ഈ പഞ്ചഗവ്യം കഴിച്ചതിന് ശേഷമേ രാവിലെ വെള്ളം കുടിക്കാവുള്ളൂ. അങ്ങനെ 12 ദിവസത്തെ ചിട്ടയാണ്. വൈകുന്നേരവും വെള്ളം, വൈകുന്നേരത്തെ ശീവേലിയും പങ്കെടുക്കണം. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് വൈകിട്ട് നടക്കുന്ന തൃപ്പക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ശീവേലി വൈകിട്ട് അത്താഴ ശീവേലി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃപ്പക എന്നൊരു ചടങ്ങ്, അത് അപൂർവമായ ക്ഷേത്രങ്ങളിൽ മാത്രമുള്ള ചടങ്ങാണ്. അതായത് ദേവനെ ഉറക്കുന്നതിന് വേണ്ടി ശീവേലി കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഉറങ്ങുന്നതിനുള്ളൊരു സംവിധാനം, അകിലും ചന്ദനവും കൂടെ ഒക്കെ പുകച്ച് ആ ഉറങ്ങാനുള്ളൊരു സംവിധാനം വരുമ്പോൾ നീലാംബരി രാഗത്തിൽ വെടിയിൽ നാമസ്വരം വായിക്കും. ആ നീലാംബരി രാഗം എന്ന് പറയുന്നത് നമുക്ക് ഉറക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രാഗമാണ് നീലാംബരി. ആ നീലാംബരി രാഗത്തിൽ നാമസ്വരം വായിച്ച് ആ ഒരു ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കി ദേവനെ ഉറക്കിയതിന് ശേഷം നടയടച്ച് വെളിയിലിറങ്ങിയാൽ 3 നടകളിലും ഇവിടുത്തെ ക്ഷേത്ര കാവൽക്കാർ വാസുദേവോ എന്ന് ഉറക്കെ വിളിക്കും. അതൊരു അപൂർവമായ ചടങ്ങാണ്. എത്ര മണി തൊട്ടാണത്? 8 മണിക്ക് ശീവേലി കഴിഞ്ഞ് നടയടച്ച് കഴിഞ്ഞാൽ 3 വാതിക്കലും വാസുദേവോ എന്ന് ഉറക്കെ വിളിച്ച് സർവവും വാസുദേവനിൽ സമർപ്പിച്ചിട്ടാണ് അവർ വീട്ടിൽ പോവുക. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വാസുദേവ നാമത്തിനാണ് പ്രാധാന്യം. എന്ത് ചടങ്ങുകൾ നടത്തുന്നതിനും വാസുദേവ, പാൽപ്പായസത്തിനകത്ത് പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പായിട്ട് കീശാന്തിക്കാർ വടക്കേ തിടപ്പള്ളിയിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കും, വാസുദേവോ എന്ന് ഉറക്കെ വിളിക്കും. ആ വാസുദേവോ എന്നുള്ള വിളി കേട്ടുകൊണ്ടാണ് ദേവസ്വം ആഫീസിൽ നിന്ന് പഞ്ചസാരയുമായിട്ട് ആൾക്കാർ എത്തുക. അപ്പം ആ ഒരു നാമം എല്ലാം വാസുദേവനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പൂജാ രീതിയാണെങ്കിലും ശരി, അതേപോലെ തന്നെ അഷ്ടാക്ഷരി മന്ത്രത്തിൽ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവ എന്നുള്ള സങ്കല്പത്തിലുള്ള ക്രമങ്ങൾ തന്നെയാണ് ഇവിടെ അനുഷ്ഠിച്ചു പോരുന്നത്. അമ്പലപ്പുഴയും ശബരിമലയുമായിട്ടുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അമ്പലപ്പുഴ
അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരാണ് അമ്പലപ്പുഴ ദേശക്കാരെന്നാണ് പറഞ്ഞു വരുന്നത്. ഹരൻ്റെയും ഹരിയുടെയും മകനാണല്ലോ അയ്യപ്പൻ. അപ്പം ഹരി വിഷ്ണു തന്നെയാണ്. ആ വിഷ്ണു മോഹിനി രൂപത്തിൽ ശിവനിലുണ്ടായ പുത്രനാണ് അയ്യപ്പനെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഹരിഹരസുതൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാതൃസ്ഥാനം അമ്പലപ്പുഴയ്ക്കാണ് പണ്ടുകാലം മുതലേ തന്നെ നൽകി വരുന്നത്. വേറൊരു ചരിത്രം കൂടി അതുമായി ബന്ധപ്പെട്ടുള്ളത്, അയ്യപ്പൻ തൻ്റെ പന്തളവാസമെല്ലാം അവസാനിപ്പിച്ച് ശബരിമലയിൽ പ്രതിഷ്ഠ നടത്താനായി, അല്ലെങ്കിൽ അമ്പലം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്ന് പന്തളൻ രാജാവിനോട് ആജ്ഞാപിച്ച് അമ്പ് ചെയ്ത് ആ അമ്പ് ചെന്നു കൊണ്ട സ്ഥലത്തെ അമ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി ആൾക്കാരെ എരുമേലിയിൽ തമ്പടിച്ചതിന് ശേഷം എരുമേലിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കാട്ടിലൂടെ കാടുകൾ വെട്ടിത്തെളിച്ച് ആ അമ്പ് അന്വേഷിച്ച് ആദ്യം പുറപ്പെട്ട സംഘം അമ്പലപ്പുഴക്കാരാണ്. അമ്പലപ്പുഴക്കാർ ചെന്നാണ് ആ അമ്പ് കണ്ടെത്തുകയും ആ ക്ഷേത്രം അവിടെ നിർമ്മിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ മണ്ഡലകാലത്ത് അയ്യപ്പ വിശ്വാസികളായ ആളുകൾ അമ്പലപ്പുഴ അയ്യപ്പ ഭക്തസംഘത്തിൻ്റെ നേതൃത്വത്തിൽ 52 ദിവസത്തെ വ്രതാനുഷ്ഠത്തോടു കൂടിയുള്ള ചടങ്ങുകൾ, അമ്പലപ്പുഴയിലെ ആഴിപൂജ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. വൈകുന്നേരത്തെ അമ്പലപ്പുഴ അമ്പലം അടച്ചതിന് ശേഷം ഇവിടുന്ന് ആഴിയും കൊണ്ട് ആഴി നടത്തുന്ന സ്ഥലത്തെത്തി അവിടെ ആഴി കൂട്ടി ആഴിപ്പാട്ടുകൾ പാടി അയ്യപ്പ സ്തുതികൾ പാടി അവസാനിപ്പിക്കുന്ന ചടങ്ങ്. അപ്പോൾ അത് 10-20ഓളം സ്ഥലങ്ങളിൽ ഈ മണ്ഡലകാലത്ത് എല്ലാ വർഷവും ആഴിപൂജ ഉണ്ടാകും. അതുമാത്രമല്ല, ഇവിടുന്ന് അമ്പലപ്പുഴ സംഘം യാത്രയായി പോകുന്നതോടൊപ്പം ആ യാത്രയിൽ ആദ്യം മുതൽ അവസാനം വരെയും കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് ആ സംഘത്തിനൊപ്പം കാണും. എരുമേലിയിലെത്തി എരുമേലിയിലെ പേട്ട, വളരെ ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴക്കാരുടെ എരുമേലി പേട്ടയും കഴിഞ്ഞ് പമ്പയിലെത്തി പമ്പ സദ്യയും കഴിഞ്ഞ് സന്നിധാനത്തെത്തി ശരംകുത്തി മുതൽ അമ്പലപ്പുഴ സംഘത്തിനെ പ്രത്യേകമായി പോലീസ് സംഘം വന്ന് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും പ്രതിനിധികൾ വന്ന് അമ്പലപ്പുഴ സംഘത്തെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വിരിവെച്ച് താമസിച്ച് അമ്പലപ്പുഴയിലെ ശീവേലി, അമ്പലപ്പുഴക്കാർ അവിടെ നടത്തുന്ന ശീവേലിയും വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ നേദ്യം, എള്ള് നേദ്യത്തിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ സംഘം മാതൃസ്ഥാനീയരെന്നുള്ള രീതിയിൽ അയ്യപ്പൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും അവിടുത്തെ എല്ലാ ആചാരക്രമങ്ങളിലും അമ്പലപ്പുഴക്കാർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. വളരെ വ്യത്യസ്തമായൊരു അറിവ് ലഭിച്ചപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഭഗവാൻ തരുന്നത് അത് എന്തു തന്നെയായാലും പെൺകുഞ്ഞാണെങ്കിൽ ലക്ഷ്മി ദേവിയെ പോലെ കരുതിയും, ഇനി ആൺകുഞ്ഞാണെങ്കിൽ നമ്മുടെ സ്വന്തം ഉണ്ണിക്കണ്ണനെ പോലെ കണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച് അവരെ വളർത്തുക. അല്ലാതെ ആൺകുഞ്ഞെന്നോ പെൺകുഞ്ഞെന്നോ ഉള്ള ഒരു വേർതിരിവ് ഒരിക്കലും ഉണ്ടാവരുത്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. പിന്നെ ലൈക്കിന്റെ കാര്യം, അതിലൊരു പിശകും കാണിക്കണ്ട കേട്ടോ. ദേ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളുക. ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സിന്ധു എന്ന നാമധേയത്തിലുള്ള അമ്മയാണ്. ആലപ്പുഴ ജില്ലയാണ് അമ്മയുടെ സ്വദേശം. എന്നാൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് വിദേശത്താണ്. സ്വന്തം മക്കൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്ത ആ 10 പേരുടെ പേരുകൾ ദേ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സ് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊള്ളുക. കൂടെ